ഹലോ എവരി വൺ, വെൽക്കം ടു മൈ വീഡിയോ ആൻഡ് ഐ ആം ടോപ് ജെ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു എന്ത് എന്ത് കണ്ടന്റ് ചെയ്യും എന്ന് ആലോചിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു കാര്യമാണ്. മനസ്സിൽ ഓടി വന്ന കാര്യമാണ്. പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ എനിക്കെന്തോ ഇത് പറയണമെന്ന് തോന്നി. ഇത് ഈ ഒരു പ്രത്യേക തരം ടോപ്പിക്കാണ്. എന്തുകൊണ്ട് ഞാൻ ഇത് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ എടുത്ത് ടൈറ്റിൽ കണ്ട പോലെ തന്നെ അസൂയ. എന്താണ് അസൂയ എന്നുള്ളൊരു സംഭവമാണ്. എന്താണ് അസൂയ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം എന്താണ് അസൂയ. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ പൊക്കി താത്തു പറയേണ്ട ആവശ്യമില്ല. അസൂയ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഈ ടോപ്പിക് എടുത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നന്നായ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഈ ഒരു ഭാഗം. അസൂയ ഞാൻ നന്നായെന്നല്ല, ഞാൻ നന്നാക്കി എടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ തന്നെ, നമുക്ക് അവനൊരു പേരിടാം ഇല്ലേ? അവനൊരു പേരിടാം. അവന്റെ പേര് എന്താണ്? ചാത്തൻ. അപ്പൊ അവനെ നമുക്കൊരു ചാത്തൻ എന്ന് നമുക്ക് വിളിക്കാം. ഞാൻ എന്തൊക്കെ ചെയ്യുന്നോട്ട് അപ്പോഴൊക്കെ അവൻ വിളിക്കും, അല്ലെങ്കിൽ അവന്റെ ഒരു പ്രസൻസ് അവിടെ കാണിക്കും. അവ ഓരോന്ന് എനിക്ക് പറഞ്ഞു തരും. നന്മകളും പറയും, നല്ല കാര്യങ്ങളും പറയും, അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളും പറയും, അഴിക്ക കാര്യങ്ങൾ പറയും. നമ്മള് തിരുവനന്തപുരംകാർ പറയാം അഴിക്ക കാര്യങ്ങളും പറയും. അപ്പം അങ്ങനത്തെ ഒരു കൂടെ അവന് ചാത്തന് വിളിക്കും. കാര്യം ഞാൻ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ടോ, ഒളിച്ച് ചെയ്യുന്നുണ്ട്, അപ്പോഴൊക്കെ അവൻ വിളിക്കും. അല്ലെങ്കിൽ അവൻ അവിടെ വരും. എന്തെങ്കിലും അവിടെ വരും അവസാനം. അവന്റെ ഒരു സംഭവം അവിടെ കാണിക്കും. ഒന്നെങ്കിൽ റീലെങ്കിലും അയച്ചു തരും. അവൻ എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിക്കുകയാണ്, എടാ നിനക്ക് ഭയങ്കര അസൂയാണ് കേട്ടാ. എൻ്റെ അടുത്ത് പറയണം. ഞാൻ പെട്ടെന്നില്ല ഒരുമാതിരിയാണ് കാര്യം. എടാ അസൂയ, ഞാൻ എപ്പോഴാണ് നിന്റെ അടുത്ത് അസൂയ കാണിച്ചത്? എന്താണ് സംഭവം? അസൂയ നീ എന്താ പെട്ടെന്ന് അങ്ങനെ വെച്ചു? അപ്പൊ എടാ നിനക്ക് ഭയങ്കര അസൂയാണ് അല്ലേ എന്ന് വെച്ച്. ഞാനപ്പോ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് അസൂയൊന്നുമില്ല. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് അസൂയ എന്നുള്ള സാധനം എനിക്കില്ല കേട്ടോ. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല നിനക്ക് അസൂയ കിട്ടും. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച്, അവൻ പിന്നെ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോള് കട്ട് ചെയ്തു. തിരിച്ച് പിന്നെ കുറച്ചു നേരം ആലോചിച്ച്, അസൂയ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്ത് അസൂയ കാണിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് എനിക്കൊരു അസൂയായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. ഞാൻ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ അസൂയായിട്ട് കാണിക്കുന്നതും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയതൊന്നുമില്ല. അപ്പൊ ഞാൻ എന്താണ് അസൂയ എന്ന് പറഞ്ഞ് ആലോചിച്ചിങ്ങനെ ഇരുന്നത്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച്, അത് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ അസൂയുണ്ട് കേട്ടോ. അത് ചിലവർക്ക്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ അതിനെ എടുത്ത് മാറ്റുക. അസൂയ എന്നുള്ള സാധനം വേണ്ട നമുക്ക്. അത് നല്ലതല്ല. അപ്പൊ അത് കുഴിയിലോട്ട് ചാടിക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ സ്വസ്ഥത നമ്മളെ നശിപ്പിക്കും. നമ്മളെ ചിന്താശേഷി നമ്മളെ നശിപ്പിക്കും. ചുമ്മാ നെഗറ്റീവ് ആലോചിച്ചുകൊണ്ടിരിക്കും. അസൂയ എന്നുള്ളൊരു സംഭവം അത് ആ ഒരു ഭാഗം നമ്മളെ ജീവിതത്തിൽ നിന്ന് എടുത്ത് നൈസിൽ മാറ്റുക. അവൻ അന്ന് ചോദിച്ചതിന്റെ അന്ന് തൊട്ട് ഞാൻ പിന്നെ ആലോചിച്ചതിന് ശേഷം ഞാൻ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അസൂയയില്ല. എന്റെ ജീവിതത്തിലല്ല, ഞാൻ ഇനി അസൂയയോടെ ഞാൻ നോക്കത്തില്ല. അത് ഞാൻ ഉറപ്പിച്ചുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരുത്തൻ നല്ലൊരു കാറും ഇപ്പൊ എന്റെ കൂട്ടുകാരൻ അവൻ തന്നെ ഒരു ലാംബോർഗിനി കൊണ്ടുവന്ന് ഓടിച്ച് എന്റെ ഫ്രണ്ടിൽ കൊണ്ട് വളച്ചു കയറ്റിയെങ്കിൽ അസൂയപ്പെടരുത്. അതിനു പകരം അവിടെ അവന്റെ ആ ഒരു സംഭവത്തിൽ എൻജോയ് ചെയ്യുക. അവന്റെ വിജയത്തിൽ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ നോക്കുക. എടാ സൂപ്പർ വണ്ടിയാട്ടാണ്. അല്ലാണ്ട് സൂപ്പർ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ളില് അസൂയ കാണിക്കരുത്. അതല്ല, അസൂയ ഉള്ളിലും പുറമേയും. ആ ഒരു സംഭവം എല്ലാവരും എടുത്ത് മാറ്റുക. അസൂയ വേണ്ട, നല്ലതല്ല അത്. അസൂയ എന്നുള്ള സാധനം അത് നേരത്തെ എനിക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് അസൂയ. അപ്പൊ അതൊരു കുറ്റമായി ആരും കാണരുത്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ മാത്രമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മാക്സിമം അത് നമ്മളെ മനസ്സിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്താണ് അത് വേണ്ട. അതിനെപ്പറ്റി നമ്മൾ അവനെന്തോ കാണിക്കട്ടെ, അവന് നല്ലതാണെന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മള് ചെയ്തില്ല, നമുക്ക് കിട്ടിയില്ല, ആ രീതിയിൽ ചിന്തിക്കുക. അല്ലാണ്ട് ആ ലെവലിൽ ചിന്തിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇനി
അസൂയപ്പെട്ട് അവൻ പ്രാവി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്വസ്ഥത നശിക്കും. മനസ്സിലായ? ആ ചിന്തിക്കുന്ന ആളുടെ സ്വസ്ഥതയായിരിക്കും നശിക്കുന്നത്. അത് മറ്റുള്ള ഒരാളെ കണ്ട് അസൂയപ്പെട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെ സ്വസ്ഥത നമ്മൾ നശിക്കും. നമ്മളിങ്ങനെ അതും ആലോചിച്ചുകൊണ്ടിരിക്കും. അയ്യോ അത് നമുക്കതില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ആവശ്യമില്ല. അതേപ്പറ്റി ചിന്തിക്കരുത്. അസൂയ വേണ്ട. അതാണ് ഈ ടോപ്പിക് എടുത്തതിന്റെ മെയിൻ കാര്യം. അസൂയ എന്നുള്ള ഒരു ടോപ്പിക് എടുത്തതിന്റെ മെയിൻ കാര്യം അത് ഞാൻ മാറ്റിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. അപ്പോ ഈ ഇതൊരു ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചു പറയേണ്ട കാര്യമല്ലത്. അപ്പോൾ ഇത് നല്ലൊരു ടോപ്പിക്കാണ്. നല്ല രീതിയിൽ പറയേണ്ട ഒരു ടോപ്പിക്കാണ്. എനിക്ക് പെട്ടെന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എന്ത് കണ്ടന്റാണ് പറയണമെന്ന് നമ്മൾ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ടോപ്പിക് എന്റെ മനസ്സിൽ വന്നത്. ഞാൻ എന്തായാലും ഇത് തന്നെ പറയാമെന്ന് വിചാരിച്ചു. മാക്സിമം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഈ അസൂയ എന്നുള്ള ഒരു സാധനം എല്ലാരും കുറച്ച് ഒഴിവാക്കുക. അസൂയ എന്നുള്ള സാധനം വേണ്ട. ജീവിതത്തിൽ അസൂയ എന്നുള്ള സാധനം കൊണ്ട് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല. അസൂയ എന്നുള്ള ഒരു സാധനം കൊണ്ട് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല. നേരെ മറിച്ച് ഒരു സാധനം കണ്ടിപ്പോ അവന്റെ ലാംബോർഗിനി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ നൈസ് കാറ് അല്ലേ, അടിപൊളി കാറ്, അതേപോലത്തെ ഒരു കാറ് എനിക്ക് മേടിക്കണം. എന്റെ പൈസ കൊടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു പൈസ കൊടുത്ത് നമ്മളെ സ്വന്തം പൈസ കൊടുത്ത് അത് അവൻ മേടിച്ച പോലെ നമ്മളൊരു കാറ് നമ്മള് മേടിക്കണം. അതൊരിക്കലും അസൂയയുടെ പേരിലാവരുത്. മനസ്സിലായ? ആ കാറ് കൊള്ളാന്നുണ്ടെങ്കിൽ എടാ നമ്മള് കഷ്ടപ്പെട്ട് നമ്മള് മേടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്. എനിക്ക് ആ മൈൻഡ് സെറ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അസൂയ എന്നുള്ള ഒരു സംഭവം ആയിരുന്നു. അത് ഞാൻ മാറ്റി. എന്റെ ലൈഫ് ഞാൻ മാറ്റി. എന്റെ മൈൻഡ് സെറ്റ്, ലൈഫ് ഞാൻ പറയാം, എന്റെ മൈൻഡ് സെറ്റ്, എല്ലാ കാര്യങ്ങളും മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് ഞാൻ മാറ്റി. അപ്പൊ നിങ്ങളും മാറ്റുക. അത് നല്ല ഗുണമല്ല. അപ്പൊ കാണുന്ന എല്ലാവർക്കും അസൂയ ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ ആരെയും നന്നാക്കാൻ വരുന്നില്ല. ഞാൻ എന്റെ കാര്യം ഞാൻ പറയണമെന്നേ ഉള്ളൂ. എല്ലാരും അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താണ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ ബൈ. പിന്നെ അത് മാത്രമല്ല, കമന്റ് ഇടുക. എല്ലാവരും എൻ്റെ അടുത്ത് എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിലും കമന്റ് ഇട്ട് കാണിക്കുക. എങ്കിലേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണ്, വീഡിയോയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ, നിർത്തിയിട്ട് പോടാ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക. വീഡിയോസ് കാണും, കമന്റ്സ് വായിക്കണം. എനിക്ക് കമന്റ്സ് വായിച്ച് എനിക്ക് കമന്റ് എല്ലാം വായിച്ചിട്ട് എനിക്കത് റിയാക്ട് ചെയ്യണം. അപ്പോൾ കമന്റ്സ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടിപൊളിയായി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് കാണുന്ന ചില ആൾക്കാർക്കെങ്കിലും വീഡിയോ കാണുന്നവർക്ക് തോന്നും ഇതിൽ ഞാൻ നല്ലവനാണ്, എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് നെറ്റിയിലൊട്ടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അതും കൂടെ എനിക്കത് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് അവസാനം ആലോചിച്ചപ്പോഴത്തേക്കും, ആൾക്കാർ അങ്ങനെ ചിന്തിക്കുമോ? അവിടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ പറയാണ്, അവിടെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ചിന്ത. അവിടെയൊക്കെയാണ് എനിക്ക് കുറച്ച് മാറ്റേണ്ടത്. അവരെന്ത് വേണോ ചിന്തിച്ചോട്ടെ, നമുക്ക് എന്താ ഇന്നെനിക്ക് പറയാൻ അറിയാം. പക്ഷേ ചിന്ത അത് വരുന്നുണ്ട്. അപ്പോൾ ചിന്ത വന്നോണ്ട് എനിക്കത് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ തന്നെ പറയാൻ തോന്നി. അപ്പോൾ ഞാൻ നെറ്റിയിലൊട്ടിച്ച് നല്ലവനാണേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാണുന്നുള്ളവർക്ക് കാണുക. ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ സംസാരിക്കാം. അപ്പോൾ ഓക്കെ ബൈ.